പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇഷ. ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷ. അപ്രതീക്ഷിതമായ ഇഷയുടെ കടന്നുവരവ് ഒരു നിമിഷത്തേക്ക് അയാളെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വരവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഇഷ പറയുകയാണ്. ഇത് കേൾക്കുന്ന റാംമോഹൻ ആകെ ഞെട്ടിപ്പോകുന്നു. മോള് വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. മോൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് ഇതുവരെയാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് എല്ലാ സത്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് റാംമോഹൻ ആകെ പകച്ചുപോയി നിൽക്കുകയും മോളെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതോടെ എന്നെ തൊട്ടുപോകരുത് എന്ന് വ്യക്തമാക്കുന്ന ഇഷ, ഞാൻ അച്ഛനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ചെയ്തത്. അച്ഛനോട് ഒരു കാര്യം പോലും ചോദിക്കുന്നതിന് തയ്യാറാകാതെ അച്ഛൻ എന്തു പറഞ്ഞോ അത് ശരി എന്ന നിലയിൽ മുന്നോട്ട് പോയി. എന്നിട്ടും എൻ്റെ ആത്മാർത്ഥത പോലും മനസ്സിലാക്കാൻ തയ്യാറാകാതെയാണ് അച്ഛൻ ഈ ചതി എന്നോട് ചെയ്തത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് റാംമോഹൻ. എൻ്റെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ഒരു ചീപ്പ് ട്രിക്ക് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇത് ഇത്തിരി കടന്ന കൈയായി പോയി അച്ഛാ. ഒരിക്കലും എന്നോട് ഇങ്ങനെയൊരു ചതി കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് അച്ഛൻ്റെ ഈ ചതിയെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന്. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന റാംമോഹൻ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന അവൾ, എന്ത് നല്ല ഭാവി? അച്ഛൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് അച്ഛന് വല്ല അറിവുമുണ്ടോ? സ്വന്തം വാശി, അത് ജയിക്കണം. അതിനുവേണ്ടി മാത്രമാണ് അച്ഛൻ ഈ അഭിനയമെല്ലാം എല്ലാവരുടെയും മുൻപിൽ കാഴ്ചവെച്ചത്. അതാണ് സത്യം. ആ സത്യം അച്ഛൻ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ വേണ്ടത്. ഒരിക്കലും അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നില്ല. അച്ഛന് വലുത് അച്ഛൻ്റെ വാശി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം അനുഭവിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. മോശമായി പോയി. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. വളരെ തരംതാണ പ്രവൃത്തിയാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ഇനിയൊരിക്കലും എനിക്ക് അച്ഛനെ കാണണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റാംമോഹൻ ചെന്ന് നിൽക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നുമില്ല. ഇതോടെയാണ് ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യം മുൻപിലേക്ക് കടന്നു വരുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് തിരിച്ചറിഞ്ഞ് ആകെ നിരാശനായി റാംമോഹൻ രാഹുലിനെ കാണാൻ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. രാഹുൽ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് റാംമോഹൻ. രാഹുൽ തൻ്റെ സുഹൃത്തിനെ വളരെയധികം മർദ്ദിക്കുകയും സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ അഭിനയം മുന്നിൽ
കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ ഒരു നിമിഷത്തേക്ക് പകച്ചുപോയ അയാൾ ഇതേ തുടർന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതേടാ കിളവ, പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് പറയുകയാണ് രാഹുൽ. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് റാംമോഹൻ ആകെ മാനസികമായി തകർന്ന് വീഴുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.